ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ വെഡ്ഡിങ്ങിൻ്റെ കുറച്ച് ഫോട്ടോസും ഷോർട്സും വീഡിയോസുമാണ് ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. എൻ്റെ യങ്ങസ്റ്റ് സിസ്റ്റർ ഷാരൻ കാനഡയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് മിഥുൻ ജോഡി എന്ന് വിളിക്കും, ഷാരനെ ഷോ എന്ന് വിളിക്കും. അപ്പോൾ ഇവരവിടെ മീറ്റ് ചെയ്തതും പ്രപ്പോസ് ചെയ്തതും ഒക്കെയാണ് ഇനിഷ്യൽ ഷോർട്സ് ആയിട്ട് ആഡ് ചെയ്തേക്കുന്നത്. അവരിപ്പം ഓൾമോസ്റ്റ് ഒരു 6 years ആയിട്ട് രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർ നാട്ടിലേക്ക് വരുന്നതിന് മുന്നേ അവിടെ വെച്ച് മീറ്റ് ചെയ്തതും പ്രപ്പോസ് ചെയ്തതുമാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അങ്ങനെ അവരുടെ കൂടുതൽ ഫ്രണ്ട്സ് അവർക്ക് അവിടെ ആയതുകൊണ്ടും അവർക്കൊന്ന് നാട്ടിലേക്ക് വരാൻ പറ്റാഞ്ഞതുകൊണ്ടും അവർക്കൊക്കെ വേണ്ടിയിട്ട് അവിടെ ഒരു പാർട്ടി അവർ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാമിനൊക്കെ ശേഷമാണ് രണ്ടാളും നാട്ടിലേക്ക് പോരുന്നത്. അപ്പോൾ നാട്ടിൽ വന്ന ശേഷം നമ്മുടെ ഒഫീഷ്യൽ പെണ്ണ് കാണൽ ചടങ്ങ് ഉണ്ടായിരുന്നു. അങ്ങനെ മിഥുൻ്റെ ഫാമിലി, ജോഡിയുടെ ഫാമിലി മൂവാറ്റുപുഴയിൽ നിന്നാണ് അവർ വരുന്നത്. മീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഫോർമൽ ചടങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട് കറ്റാണാണ്. മിഥുൻ്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. നമ്മളൊരു ഗ്യാതറിംഗ് ആയിരുന്നു അത്. കാര്യങ്ങളെല്ലാം ഒന്ന് ഡിസ്കസ് ചെയ്തു, ഒന്ന് തീർപ്പാക്കി, ഡേറ്റ്സൊക്കെ ഒന്ന് ഉറപ്പിച്ച് വെച്ച് പോയ ഒരു ടൈമായിരുന്നു. ഒഫീഷ്യലി നമ്മൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്ത് ഹോസ്റ്റ് ചെയ്ത് കയറ്റി. ആക്ച്വലി എനിക്കന്ന് കൂടാനായിട്ട് പറ്റിയില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നിട്ട് പോയി. എനിക്കന്ന് വർക്കുള്ള ദിവസമായിരുന്നു. പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് ഓടി പോവുകയും വേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഫോർമലായിട്ടുള്ള ചടങ്ങുകളെല്ലാം നടന്നു. സമ്മതമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ ഒരു ഹാപ്പി എൻഡിങ്ങിന് ശേഷം കുറച്ച് ഫോട്ടോസ് എടുത്ത ശേഷമാണ് നമ്മളന്ന് പിരിഞ്ഞത്. പിന്നെ ഉടൻ തന്നെ നമുക്കധികം സമയം ഇല്ലാഞ്ഞതുകൊണ്ട്, ഇവർക്ക് ഹോളിഡേയ്സ് കുറവായതുകൊണ്ട് ഉടനെ തന്നെ നമ്മൾ ഷോപ്പിങ്ങും എല്ലാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള എല്ലാ കടയിലും നമ്മൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് മൂവാറ്റുപുഴയ്ക്കും പോയിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടി ഒന്ന് ഫൈനലൈസ് ചെയ്തെല്ലാം ഓർപ്പിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അധികം വൈകാണ്ട് നമ്മൾ വേഗം എൻഗേജ്മെൻറ്റ് ഡേയിലേക്ക് എത്തുകയാണ് ചെയ്തത്. എൻഗേജ്മെൻറ്റ് നമ്മൾ മാവേലിക്കര അൽഫോൻസ പള്ളിയിൽ വെച്ചായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. എൻഗേജ്മെൻറ്റിന് നമ്മൾ ക്ലോസ് ബൈ ആയിട്ടുള്ള എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നല്ല സന്തോഷമുള്ളൊരു ഒക്കേഷനായിരുന്നു. നമ്മുടെ കോസ്റ്റ്യൂം എല്ലാം പല ഷോപ്സിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ആക്ച്വലി എനിക്കും എൻ്റെ മിഡിൽ സിസ്റ്ററിനും ഒരേപോലെ ഡ്രസ്സ് എടുക്കാൻ പറ്റി. യങ്ങർ സിസ്റ്ററിന് സെമി സ്റ്റിച്ച്ഡ് ആയിരുന്നു അവളുടെ ലെഹങ്ക വന്നിട്ട്. പിന്നെ നമ്മളത് ബാക്കി കംപ്ലീറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ എല്ലാ ഫോട്ടോസൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. പെട്ടെന്ന് കണ്ട റാൻഡം പിക്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത ഒരു ഡേ ആയിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ മധുരം വെപ്പ് ചടങ്ങിലേക്ക് പോയി. അതായത് പെൺവീട്ടുകാർ കല്യാണത്തിൻ്റെ തലേദിവസം നമ്മൾ വീട്ടിൽ നടത്തുന്ന പരിപാടിയാണ് മധുരം വെപ്പ്. അതായത് കല്യാണം കഴിക്കുന്ന പെൺകൊച്ചിന് മധുരം കൊടുക്കട്ടെ എന്ന് 3 തവണ നമ്മൾ മുതിർന്നവർ ചോദിച്ച ശേഷം മുതിർന്നവർ തുടങ്ങി ഏറ്റവും കുഞ്ഞു വാവ വരെ മധുരം പങ്കിടുന്ന ദിവസമാണിത് മണവാട്ടിക്ക്. അതുപോലെ തന്നെ അടുത്തതായിട്ട് ആ ഫാമിലിയിൽ ആരാണോ ഇനി കല്യാണം കഴിക്കാനുള്ളത് അവരെ നമ്മൾ വാഴിക്കുന്ന ഒരു ചടങ്ങ് കൂടിയും ഇതിലുണ്ട്. ഇത് നമ്മുടെ കാത്തലിക് കസ്റ്റമിൽ വരുന്ന ഒരു ചടങ്ങാണ് മധുരം വെപ്പ്. നോർമലി നമ്മൾ ചെക്കൻ കൂട്ടർ ഇതിലങ്ങനെ പങ്കെടുക്കാറില്ല. പക്ഷെ നമ്മളുടെ പ്രോഗ്രാമിന് മിഥുനും മിഥുൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയും ഉണ്ടായിരുന്നു. ആക്ച്വലി അവർ ഇതിനകത്ത് ഈ ഒരു സീനിൽ അവരെ കാണുന്നില്ല. ഞാൻ ആ ഫോട്ടോസ് തപ്പിയിട്ട് പെട്ടെന്ന് കിട്ടിയതുമില്ല. ഇങ്ങനെ ബാക്കിലൂടെയൊക്കെ ഓടി നടക്കുന്ന കാണാം. ഒരു ഗ്രീൻ യെല്ലോ ഷെയ്ഡിലുള്ള ധാവണിയായിരുന്നു എൻ്റെ സിസ്റ്റർ വെയർ ചെയ്തത്. മിഥുൻ വെയർ ചെയ്തത് ഒരു ഗ്രീൻ കുർത്തിയും അതുപോലെ മുണ്ടുമായിരുന്നു. നമ്മളെല്ലാവരും ഫാമിലി എല്ലാവരും സെറ്റ് സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ടായിരുന്നു ഗേൾസ് ആൻഡ് അമ്മമാരെല്ലാം ഉടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് മെൻ എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഗ്രീൻ കളർ കോസ്റ്റ്യൂമായിരുന്നു. അതിന് ചേരുന്ന ഗ്രീൻ കളറിൻ്റെ മുണ്ടുമായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. പാട്ട്, ഡാൻസ്, ഗെയിംസ്, അങ്ങനെ എല്ലാ തരം പരിപാടിയും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അനൂപ ചേച്ചൻ ആൻസ് കാറ്ററിങ്ങിൻ്റെ അടിപൊളി സൂപ്പർ ഫുഡുമായിരുന്നു. നമ്മൾ ഇമ്മീഡിയറ്റ് ഫാമിലി, നെയ്ബേഴ്സ്, ഫ്രണ്ട്സ്, നിയർ ബൈ ആയിട്ടുള്ള എല്ലാവരും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു
ജോയ്ഫുൾ ആയിട്ടുള്ളൊരു ഒക്കേഷൻ തന്നെയായിരുന്നു. നമ്മളൊരു 6:30 കൂടെ ഹോസ്റ്റ് ചെയ്തത് ആ പ്രോഗ്രാം. ഒരു 9:30 വരെ നമ്മളെല്ലാവരും സന്തോഷിച്ച് ചിരിച്ച് കളിച്ച് നിന്നു. എൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ ബാങ്കിൽ നിന്ന് ഫ്രണ്ട്സും കുറച്ച് ഗ്യാതറിങ് അങ്ങനെ ഉണ്ടായിരുന്നു. കുറച്ച് ക്ലിപ്സ് അങ്ങനെ എടുക്കാൻ പറ്റി. പിന്നെ പെട്ടെന്ന് തന്നെ നമ്മൾ കല്യാണ തലേദിവസമായി, ഒട്ടും സമയമില്ലായിരുന്നു. ഇത് ആക്ച്വലി പയ്യനും പെണ്ണും കൂടി ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചായിരുന്നു അന്ന് ചെയ്യാനായിട്ട് കല്യാണത്തിന്. അപ്പോൾ അത് എൻ്റെ 2 സിസ്റ്റേഴ്സ് കൂടി നിന്നിട്ട് സ്റ്റെപ്സൊക്കെ ഇട്ട് പോസ് ചെയ്ത് പഠിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഓൾമോസ്റ്റ് ഒരു 12-12:30 ആയി അന്ന് കിടന്നപ്പം. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ അതിസുന്ദരിയായി എൻ്റെ സിസ്റ്റർ നിൽക്കുന്നത് കണ്ടില്ലേ. നമ്മളന്ന് മീനച്ചൽ ക്രീക്സിലായിരുന്നു സ്റ്റേ. ഇതാണ് നമ്മുടെ ഫാമിലി ഫോട്ടോ വരുന്ന കല്യാണത്തിന്. ഗൗണും സൂട്ടും ആയിരുന്നു ഉണ്ടായിരുന്നത്. നമ്മളെല്ലാവരും ഒരു നേവി ബ്ലൂ തീമായിരുന്നു കല്യാണത്തിന് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന എല്ലാവരും തന്നെ ബ്ലൂ ഷെയ്ഡ്സ് ഇട്ട് മേക്ക് ഷുവർ ചെയ്തു. ഇടയിൽ നമ്മുടെ റാൻഡം ക്ലിക്സ് കാണാം. എൻ്റെ ഹസ്ബൻഡിന് അതൊരു മാൻഡേറ്ററി തിങ്ങാണ്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന അവസരം നമ്മൾ പാഴാക്കാറുമില്ല. പിന്നെ എൻ്റെ സിസ്റ്റർ പെട്ടെന്ന് പോയി നമ്മുടെ മന്ത്രകോടി സാരിയാണ് ഉടുത്തിരിക്കുന്നത്. അത് ആക്ച്വലി നമ്മുടെ ഗൗൺ മാറിയ ശേഷം മന്ത്രകോടി സാരി ഉടുത്തിരിക്കുന്നതാണ്. അപ്പം നമ്മൾ അതിലും കുറേ പിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഫാമിലി എല്ലാവർക്കും ഈവനിങ് ആയിരുന്നു നമ്മൾ കല്യാണം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടാനും പറ്റി. അങ്ങനെ നമുക്കത് നെയിൽ എക്സ്റ്റൻഷനും ചെയ്തിട്ടുണ്ട്. അത് ഈ പിക്കിനകത്ത് കാണാം. നെയിൽ എക്സ്റ്റൻഷൻ നമ്മൾ കൊച്ചിയിൽ പോയിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ മൂവാറ്റുപുഴയിലെ അന്നത്തെ സ്പെഷ്യൽ ഫുഡ് എന്ന് പറയുന്നത് പാൽക്കപ്പയായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ജസ്റ്റ് സൂപ്പർ. നമ്മൾ അവിടുന്ന് ഒരു 8:30 രാത്രി 9 ഒക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഹാളിൽ നിന്ന് പിന്നെ ഇറങ്ങിയിട്ട് വീട്ടിലേക്ക് കൈപിടിച്ച് കയറ്റുന്ന സീനാണ്. എൻ്റെ സിസ്റ്ററിനെ മെഴുകുതിരിയും വെച്ച് വലതുകാലിൽ വെച്ച് അകത്ത് കയറി ഫാമിലീനെ അവളെ ഏൽപ്പിക്കുവാണ് എൻ്റെ പേരൻസ്. അങ്ങനെ അവിടെയും നമ്മൾ സന്തോഷപൂർവ്വം കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ചെക്കന് അമ്മ ഒരു ഓർണമെൻ്റ് അണിയിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷം മിഥുൻ തിരിച്ച് അമ്മയ്ക്കൊരു കച്ച കൊടുപ്പ് എന്ന് പറയും, ആ ഒരു ചടങ്ങും ഉണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് പ്രാർത്ഥനയോടുകൂടി നമ്മൾ അവിടുന്ന് വീട്ടിൽ നിന്ന് പിരിയുവാണ്. ഓൾമോസ്റ്റ് ഒരു 10-10:30 ആയി നമ്മളെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കിനും. സോ അങ്ങനെ ഒരു ഹാപ്പി മൊമെൻറ്റ്, നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ മാരേജ്. അത് നല്ല രീതിയിൽ നടന്നു. എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പറ്റി. സോ സീ യു, ബൈ.